ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോ ഫ്രം യൂണിവേഴ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയ റീഡിങ്ങുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത് തേർഡ് പാർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്ത റീഡിംഗ് ഒന്നും അല്ല. നിങ്ങളുടെ പേഴ്സണൽ ഒരു ഫീലിങ്സ് അങ്ങനെയും ഫീലിങ്സ് ഒന്നും പറയാൻ പറ്റില്ല. ഇതിലെന്താന്ന് പറയുന്നത്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലല്ലാത്ത റിലേഷൻഷിപ്പ് ആണെങ്കിലും കൂടെ ഉണ്ടെങ്കിലും ഇല്ലാത്ത പോലെ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. ഓക്കെ, സോ നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് കെയർ ആയിരിക്കേണ്ടത്, നിങ്ങളുടെ ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉള്ളത്, നിങ്ങൾ ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. ക്ലിയർ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലൊരു ഓൺ ആൻഡ് ഓഫ് എനർജി. ഓക്കെ, അതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം. ഇതിൽ ഞാൻ ഭയങ്കരമായിട്ടുള്ളൊരു ഒരാള് ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്യുന്ന കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ഭയങ്കരമായിട്ട് ത്യാഗം ചെയ്യുന്നുണ്ട്. അത് ഏതൊരു വ്യക്തിയാണ്, മേ ബി അത് നിങ്ങളായിരിക്കാം. നിങ്ങളുടെ ഒരു എനർജി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഇതിൽ ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ഒരുപാട് പ്രശ്നം, ഒരുപാട് സംസാരം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്, ചില സമയത്ത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന വളരെ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അതിനെ വലിയൊരു രീതിയിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കി, എന്നിട്ട് അത് നിങ്ങൾ തന്നെ, നിങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെ നിങ്ങൾ തന്നെ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയായിരിക്കും ആ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തത് തന്നെ. പക്ഷെ അത്രയും പ്രശ്നം ഉണ്ടാക്കി അയാളെ എല്ലാം കൂടെ നിങ്ങളുടെ തലയിൽ വയ്ക്കുകയും അത് നിങ്ങൾ ഏറ്റെടുത്ത്, നിങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ശരി ഒരു പ്രശ്നം ഇനി ഉണ്ടാക്കേണ്ടെന്ന രീതിയിൽ നിങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അത് ഏറ്റെടുക്കുകയും അതൊരു പ്രശ്നത്തിൽ നിന്ന് ഓക്കെ കോംപ്രമൈസ് ചെയ്യണം എന്നുള്ള രീതിയിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ ഒരാൾ, നിങ്ങളുടെ എനർജിയാണ് ഞാൻ കൂടുതലും കാണുന്നത്. നിങ്ങൾ ഇതിൽ നന്നായിട്ട് ഈ റിലേഷൻഷിപ്പിൽ ത്യാഗം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഒരു ഓൺ ആൻഡ് ഓഫിൽ പോകുന്നതാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്ന് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാർഡ്സ് തന്നെയാണ് അടുത്ത് വന്നിരിക്കുന്നത്. ഇതിൽ ഒരാൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള വ്യക്തി ഭയങ്കരമായിട്ട് ഇപ്പോൾ ഹാർട്ട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെ പറ്റി ആലോചിച്ച് നിങ്ങൾ അടുത്ത് നിന്ന് പോയപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാവുന്നത്. നിങ്ങളിപ്പോൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഓക്കെയാണ്, അഡ്ജസ്റ്റ് ചെയ്യും, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്, ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കും, കുഴപ്പമില്ലാത്ത റിലേഷൻഷിപ്പ് ആയിരുന്നു. അതിൻ്റെ ഒരു വാല്യൂ, കാരണം അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈവൻ അവരുടെ ഫാമിലി ആണെങ്കിൽ പോലും അവരിപ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യം, എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തത് എൻ്റെ അമ്മ ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവരെക്കാളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണെന്ന് ആ ഒരു വ്യക്തിക്ക് 100% ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു മിസ്സിങ് ആയിട്ടുള്ള ഒരു പെയിന് കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങളുടെ വാല്യൂ കളഞ്ഞ് ഒന്നും ചെയ്യാൻ പോകരുത്. ബ്ലോക്ക് ആക്കി ഇട്ടേക്കുന്ന പേഴ്സൺ ആണെങ്കിൽ അങ്ങോട്ടൊന്ന് മെസ്സേജ് അയക്കാനോ വിളിക്കാനോ ഒന്നും ശ്രമിക്കരുത്. അത് ആ ഒരു പേഴ്സൺ അറിയാൻ പറ്റുമല്ലോ, തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയമായിട്ട് വിലയിരുത്തേണ്ട ഒരു സമയം ഇപ്പം അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് എനിക്ക് എൻ്റെ ഫ്യൂച്ചറിൽ സന്തോഷം ഉണ്ടാകുമോ? ഞാനിപ്പോൾ ഇനിയും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഞാനിപ്പോൾ സാക്രിഫൈസ് ചെയ്ത് മുന്നോട്ട് പോകും തോറും ഞാൻ തന്നെ അവിടെ അടിമപ്പെട്ടുകൊണ്ട് നിൽക്കുകയല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും? അതുപോലെ ഞാൻ എൻ്റെ സ്വന്തം വില കളഞ്ഞുകൊണ്ട് നിൽക്കുകയല്ലേ. എടുത്തുചാടി ഒരു തീരുമാനം എടുക്കരുത് എന്ന് ഈ ഒരു കാർഡ്സിൽ പറയുന്നുണ്ട്. അതായത് ഈ ഒരു സമയം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ 1-2 കാര്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് അനിവാര്യമാണോ? കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ വളരെയധികം നിങ്ങളിൽ തന്നെ മാറ്റം വരുത്തേണ്ട ഒരു സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് പേർക്ക് അതിനുള്ള സമയം കഴിഞ്ഞു. ഒരുപാട് പേര് ഇപ്പോൾ ആ ഒരു സ്റ്റേജിൽ കയറിയിട്ടില്ല. കുറച്ച് പേർക്ക് അത് എന്താ പറയുക, ഡേ ബൈ ഡേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ഒരു സ്റ്റേജിലേക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഞാൻ കാണുന്നത്. ക്ലിയർലി നിങ്ങളുടെ മനസ്സിലാണെങ്കിൽ പോലും ആ ഒരു പേഴ്സണുമായിട്ട് മിസ് ചെയ്ത് നിൽക്കുമ്പോൾ വളരെയധികം വേദനയുണ്ട്. ആ ഒരു മെമ്മറീസ് ഒക്കെ നിങ്ങൾക്കുണ്ട്. അത് ആ സെയിം പേഴ്സൺ, ആ ഒരു വ്യക്തിക്കും ആ ഒരു മെമ്മറീസ് ഉണ്ട് എന്നും പറഞ്ഞാൽ, മെമ്മറീസ് ഉണ്ടെന്നും പറഞ്ഞ് ഈ ഒരു സമയത്ത് ഞാൻ ക്ലിയർ കട്ടായിട്ട് പറയുകയാണ്, നിങ്ങളൊരു വ്യക്തിയുടെ അടുത്തേക്ക് പോവുകയാണ്, നിങ്ങൾ ചാടിക്കയറി എന്തെങ്കിലുമൊക്കെ വിഷമം പറയാൻ പോവുകയാണെങ്കിൽ ഞാൻ എടുത്തു പറയാം, ആ ഒരു പേഴ്സൺ പിന്നെ നിങ്ങൾക്ക് യാതൊരു വിലയെന്ന് പറയുന്ന ഒരു സംഭവം തരത്തേ ഇല്ല നിങ്ങളുടെ ലൈഫിൽ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനൊരു ഡിസിഷൻ എടുക്കാതിരിക്കുക.
ഓക്കെ, സ്വന്തം വില മനസ്സിലാക്കുക. താനെന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എവിടെയാണോ നിൽക്കേണ്ടത്, ആ ഒരു റൈറ്റ് പ്ലേസിലാണോ നിൽക്കുന്നത്. ഈ ഒരു പേഴ്സൺ എൻ്റെ ലൈഫിൽ ഇനിയും ഞാൻ അങ്ങോട്ട് പോയി വിളിച്ചു വരുത്തിയാൽ, അതല്ല ഈ ഒരു പേഴ്സണായിട്ട് ഇനി എൻ്റെ റിലേഷൻഷിപ്പിൽ വന്നാൽ അത് എനിക്ക് ലൈഫിൽ മുന്നോട്ട് നല്ല കാര്യമാണോ എന്ന് നിങ്ങൾ വിലയിരുത്തുക, ചിന്തിക്കുക. ചിന്തിച്ച് തുടങ്ങേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു എന്ന് എടുത്ത് ഈ ഒരു മെസ്സേജിൽ പറയുന്നുണ്ട്, ഈ കാർഡ്സിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലായിക്കോട്ടെ, നിങ്ങളുടെ മൈൻഡിലായിക്കോട്ടെ ഒരുപാട് ബ്ലോക്കേജസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബ്ലോക്കേജസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പല കാര്യങ്ങളും തടസ്സം വന്നിട്ടുണ്ട്. ചിലവർക്ക് അവരുടെ കരിയർ ആയിരിക്കാം. നിങ്ങൾക്ക് വേറൊരു കാര്യം, നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പല കാര്യത്തിലായിക്കോട്ടെ, അതൊക്കെ ഈ ഒരു പേഴ്സൺ കാരണം നിങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടത്, വേണ്ടെന്ന് വെക്കേണ്ട അവസ്ഥ പോലും ചിലർക്ക് വന്നിട്ടുണ്ട് എന്നതിൽ എനിക്കറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, എല്ലാവരുടെ കേസ് ഞാൻ പറയുന്നില്ല, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ചിലർക്ക് കിട്ടി കാണില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയുന്നത് കാണില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ സ്വയമായിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അതങ്ങനെ ആയിരിക്കില്ല, ഇങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു രീതിയിൽ സംസാരിച്ചിട്ടൊന്ന് പാമ്പർ ചെയ്തിട്ട് അത് വേണ്ടടി അല്ലെങ്കിൽ അത് വേണ്ടട എന്നുള്ള രീതിയിൽ തിരിച്ചു കൊണ്ടുവരുന്നതായിരുന്നോ? അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നോ? ഇതുകൊണ്ട് എനിക്ക് എന്താണ് മുന്നോട്ട് പോകുമ്പോൾ ഹാപ്പിനെസ് ഉണ്ടാവും എന്ന് നിങ്ങളോട് ചോദിക്കണം എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റിലേഷൻഷിപ്പ് പിന്നെയും ഒരു ഫ്യൂച്ചറിൽ നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാൽ, ഏത് വിധേനയും ഒന്നിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല റിലേഷൻഷിപ്പായിട്ട് ചാൻസ് ഉണ്ട് പോവാനായിട്ട്. പക്ഷെ അതിന് ആ ഒരു പേഴ്സണായിട്ട് തന്നെ ഇങ്ങോട്ട് വരണം എന്നാണ് കാണുന്നത്. ക്ലിയർലി ആ ഒരു പേഴ്സണായിട്ട് ആ ഒരു പേഴ്സൺ വന്ന് അവരെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി റിയലൈസ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ദിവസം അപ്പോഴൊന്ന് അനലൈസ് ചെയ്യണം. നിങ്ങൾക്ക് ആഗ്രഹമുള്ള റിലേഷൻഷിപ്പ് മാത്രമാണെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക. അതർവൈസ് അത് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് എല്ലാം മറന്നോ, എൻ്റെ ഒരാൾ വന്നല്ലോ, എൻ്റെ പേഴ്സൺ ആഗ്രഹിച്ച പോലെ വന്നല്ലോ എന്ന് സന്തോഷിക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കുറച്ച് ദിവസം ആ ഒരു പേഴ്സണെ ടോട്ടലി ഒന്ന് അനലൈസ് ചെയ്യുക. അവരെ ഒന്ന് പഠിക്കുക. ഈ ഒരു വ്യക്തി പഴയതുപോലെ തന്നെയാണോ, എന്നെ ഭരിക്കാൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ചെറിയ ചെറിയ വഴക്കുണ്ടാകുന്ന സമയത്ത് വിട്ടുവീഴ്ച ഞാൻ തന്നെയാണോ ചെയ്യേണ്ടി വരുന്നത്, ഇതെന്റെ ഫ്യൂച്ചറിൽ പിന്നെ ബാക്ക് ടു എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ, ഇതിനാണോ ഞാൻ ഇത്രയും കാത്തിരുന്നത് ഈ ഒരു വ്യക്തി തിരിച്ച് എൻ്റെ ലൈഫിലേക്ക് വരാനായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതല്ല തിരിച്ചു ആ ഒരു പേഴ്സൺ വന്നിട്ട് പഴയതുപോലെ ബാക്ക് ടു നിങ്ങളുടെ ലൈഫ് ഒരു ഹാപ്പിനെസ് ഇല്ലാത്തതുപോലെ, ഹാപ്പിനെസ് എന്ന് പറയുന്നില്ല, കാരണം ആ റിലേഷൻഷിപ്പിൽ നിന്ന സമയത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും നിങ്ങളുടെ സന്തോഷവും സങ്കടവും മുഴുവനും ഈ ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ബ്ലോക്കേജസ് വന്നിട്ടുണ്ട്. ആ ഒരു പേഴ്സണടുത്ത് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഒരുപാട് ദിവസം സംസാരിക്കാതെ പെട്ടെന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും, ഒരിടത്തൊന്നും ഇല്ലാത്ത എനർജി കിട്ടും, ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ആ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നേരെ മറിച്ച് നിങ്ങൾ തമ്മിൽ വേറെ എന്തെങ്കിലും ടോക്സ് വരുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ സങ്കടം ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു പേഴ്സണെ കുറച്ചും കൂടെ വിലയിരുത്തുക. ഒരു പേഴ്സൺ എങ്ങനെയാണ്, പഴയതുപോലെയാണോ, അതെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്, നിങ്ങളുടെ ഇഷ്ടങ്ങളെ പരിഗണിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ നന്നായിട്ട് പോകാൻ ആഗ്രഹമുണ്ട്, നല്ലൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്നേഹം ഞാനിവിടെ കാണുന്നുണ്ട്, ഒരു ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രം അത് അനലൈസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. കുറച്ച് ദിവസം നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും അറിയായിരിക്കും. അതല്ല പഴയ പാറ്റേണിൽ തന്നെയാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കൂടുതൽ താല്പര്യമെങ്കിൽ നിങ്ങൾ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും. പിന്നെ അതൊരു ഓൺ ആൻഡ് ഓഫ് എനർജി ആവും. പിന്നെ നിങ്ങൾക്കത് ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ വിഷമം മുന്നോട്ട് തന്നുകൊണ്ടിരിക്കും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് ആ പേഴ്സൺ ടോട്ടലി മാറി എന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും തോന്നിക്കഴിഞ്ഞ് അത് നല്ലൊരു പാറ്റേണിൽ പോകുന്ന സമയത്തും നിങ്ങൾ കൂടുതൽ നിങ്ങളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കില്ല, എല്ലാത്തിനും വിട്ടുവീഴ്ച കൊടുക്കാൻ നിൽക്കരുത്. നിങ്ങളൊരു പേഴ്സണായിട്ട് ടോട്ടലി മാറുകയാണ് ചെയ്യേണ്ടത്. സ്നേഹം കൊടുക്കുക, സ്നേഹിക്കുക, നിങ്ങളുടെ വില കീപ്പ് ചെയ്യുക, എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുക, ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കുക. പഴയ ഒരു വ്യക്തി ആയിരിക്കരുത് നിങ്ങൾ അങ്ങനെ ഒരു പഴയ വ്യക്തി ആകാണ്ട് നല്ലൊരു പുതിയ വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പിൽ കടന്നാൽ മാത്രമായിരിക്കും മുന്നോട്ട് പോകുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ഇപ്പോഴത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഏഞ്ചൽ മെസ്സേജസും കൂടെ നോക്കാം.
അപ്പോൾ നമുക്ക് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇത്രയും നേരം പറയുന്ന ഗൈഡൻസ് പോലെ തന്നെയാണ്. സോ ഏഞ്ചൽ മെസ്സേജസ്, ഏഞ്ചൽസ് നിങ്ങളോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ സോ കാർഡ്സ് കാണുന്നുണ്ട്. അപ്പോൾ എനിക്കിതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, ഒരു പേഴ്സൺ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്കത് മുന്നോട്ട് നന്നായിട്ട് പോകുമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആയിട്ട് പോവുക. സോ ഇതിൻ്റെയൊക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ, മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. കുറേ പേര് നിങ്ങൾ സ്വന്തമായിട്ട് മാറുന്നത് പോലെ ഞാൻ കാണുന്നുണ്ട്. അത് വളരെ താമസിക്കാതെ അടുത്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പേഴ്സൺ വരുന്ന സമയത്ത് നിങ്ങൾക്കത് ഓക്കെ അല്ല, ഇത് എനിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹെഡേക്ക് തോന്നുമെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലൈഫ് പാത്ത് കണ്ടുപിടിക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കളയണം. അതിന് നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ തന്നെ വിലയിരുത്തുക എന്താണ് നിങ്ങളുടെ ലൈഫിൽ ശരിക്കും വേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു മെസ്സേജസ് എന്ന് പറയുന്നത്. അതുപോലെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്